ഷമി പ്രഭാകർ കൂടി ചേരുന്നുണ്ട്. സ്ക്രീനിൽ കാണാം നമുക്ക്. ഷമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. യെസ്, വളരെ ആവേശത്തിലേക്ക് പോയിരിക്കുന്നു നിലമ്പൂർ. വെറുമൊരു ഉപതെരഞ്ഞെടുപ്പായി ചുരുങ്ങി പോകേണ്ട സ്ഥലത്ത് നിന്ന് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക്, ഒരുപക്ഷെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക്, രാഷ്ട്രീയ കുതുകികളെല്ലാം ഉറ്റുനോക്കുന്ന രീതിയിലേക്കുള്ള വലിയ പോരാട്ടത്തിൻ്റെ കളം ഒരുങ്ങുന്നു നിലമ്പൂരിൽ. ബാക്ക് ടു ഹോം ആണ് എം സ്വരാജ്. ഹോം കമ്മിങ്. അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകരണം ഒരുക്കുന്നു. സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ച ഉടനെ തന്നെ വലിയ ആവേശമാണ് പൊട്ടുകയാണ് നിലമ്പൂരിൽ. നിലമ്പൂരിൻ്റെ ഒരു സവിശേഷ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ആരെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് കൃത്യമായ നിലപാടുള്ള ജനതയാണ് നിലമ്പൂർ ജനത. കൃത്യമായ വോട്ട് അവർ രേഖപ്പെടുത്തി തന്നെയാണ് വിജയിപ്പിച്ചിട്ട് പോന്നിട്ടുള്ളത്. അതിനാൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് കൂടുതൽ മേധാവിത്വം അപ്രമാദിത്വമുള്ള ഒരു മണ്ഡലമായിട്ടല്ല നിലമ്പൂർ ജനതയെ നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ നിലമ്പൂർ ജനത വോട്ടിംഗ് അടയാളപ്പെടുത്തുന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായി വഞ്ചിച്ചവരെയോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ വർഗീയപരമായി വഞ്ചിച്ചവരുടെ കൂടെ പിന്തുണയ്ക്കുന്ന ജനതയല്ല നിലമ്പൂർ ജനത. അവർക്ക് കൃത്യമായ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ആ നിലപാടുകൾക്ക് ഒപ്പമാണ് നിലമ്പൂർ ജനത എന്നും നിലകൊണ്ടിട്ടുള്ളത്. ആ നിലപാടുകൾക്കൊപ്പം നിൽക്കാനാണ് ഒരു സ്ഥാനാർത്ഥിയെ കൂടെ കൃത്യമായി പൊളിറ്റിക്കലായ ഒരു തീരുമാനം ഈ അടുത്ത CPIM എടുത്ത അല്ലെങ്കിൽ ഇടതുമുന്നണി എടുത്ത ഏറ്റവും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തീരുമാനമായി എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൂടി അവിടെ വിലയിരുത്തപ്പെടുന്നു. വിനീഷ, നിലമ്പൂര് കുഞ്ഞാലിയുടെ മണ്ണാണ്. സാധാരണപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടി, കർഷക തൊഴിലാളിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച കുഞ്ഞാലിയുടെ മണ്ണാണ്. 1965-ലും 67-ലും കുഞ്ഞാലി ജയിലിൽ കിടക്കുമ്പോൾ ഈ നാട്ടുകാർ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പ്രബുദ്ധമായ മണ്ണാണ് നിലമ്പൂർ. ഈ മണ്ണിൻ്റെ പുത്രനാണ് എം സ്വരാജ്. അദ്ദേഹം എപ്പോഴും ഈ നാടിൻ്റെ ഭാഗം തന്നെയായിരുന്നു. പഠിക്കുന്ന കാലം ചുങ്കത്തറ മാർത്തോമ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഈ കാലം വരെയും അദ്ദേഹം നിലമ്പൂരിൻ്റെ ഭാഗം തന്നെയായിരുന്നു. തൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലുകൾ ഉറച്ചു നിൽക്കുന്നത് നിലമ്പൂരിൻ്റെ മണ്ണിൽ തന്നെയാണ്. ഇവിടെ വലിയ ബന്ധങ്ങളുണ്ട്, വലിയ സൗഹൃദങ്ങളുണ്ട്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടായാലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും മറ്റ് ഏത് തലത്തിലാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണുമായി വലിയ ബന്ധമുള്ള ആൾ തന്നെയാണ് സ്വരാജ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞാലി ഈ നാടിന് നൽകിയ മഹത്തായ ഒരു വിപ്ലവ പാരമ്പര്യമുണ്ട്. അതായത് ഇവിടെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ, ഇവിടുത്തെ കർഷക തൊഴിലാളികൾ, അവരുടെ ഭൂമി കൈവശപ്പെടുത്തിയിരുന്ന ജന്മിമാർ, കുടിയാന്മാരായി കിടന്നിരുന്ന മനുഷ്യരെ തല്ലി പുറത്താക്കിയിരുന്ന ഒരു കാലഘട്ടം, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ നേതാവായി ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദനമായി മാറിയ കുഞ്ഞാലിയുടെ നാട്ടിൽ നിന്നുകൊണ്ടാണ് എം സ്വരാജ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൃത്യമായി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ കാലം അത്രയും SFIയുടെ അല്ലെങ്കിൽ കോളേജ് കാലം മുതൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയായിരിക്കുന്ന കാലം മുതൽ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലം മുതൽ, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴും തൻ്റെ രാഷ്ട്രീയം ഉറക്കെ വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കുന്ന ആളല്ല എം സ്വരാജ് എന്നുള്ളതാണ്. ആർക്ക് എന്ത് വേദന തോന്നിയാലും എന്ത് വിഷമം തോന്നിയാലും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ശരികളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു കാലത്തും പുറകോട്ട് പോയിട്ടില്ല സ്വരാജ് എന്നുള്ള കാര്യം നമുക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ചാനൽ ചോദിച്ചു പലസ്തീൻ കേരളത്തിലാണോ എന്ന്. അതിന് എം സ്വരാജ് ഫേസ്ബുക്കിലൊരു മറുപടി നൽകിയ ആ ഒരു വാക്കുകൾ നമ്മളെടുത്തൊന്ന് പരിശോധിക്കണം. കാരണം ഗസയിലെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾ, അവിടുത്തെ അമ്മമാർ, അവരുടെ വേദന എത്രമാത്രം ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാണ് എം സ്വരാജ് തൻ്റെ വാക്കുകളിലൂടെ ഫേസ്ബുക്കിൽ അക്കാര്യം പ്രതികരിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഈ നാട്ടിലെ ഓരോ വിഷയങ്ങളും, ഈ രാജ്യത്തെ ഓരോ വിഷയങ്ങളും, ഈ ലോകത്തെ ഓരോ വിഷയങ്ങളും തൻ്റെ വിഷയങ്ങളായും തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിഷയങ്ങളാണെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അക്കാര്യങ്ങളിൽ പ്രതികരണം നടത്തുക, ഈ ലോകത്ത് നടക്കുന്ന ചലനങ്ങളെ അതിസൂക്ഷ്മമായി വിലയിരുത്തുകയും മനസ്സിലാക്കുകയും അത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു അസാമാന്യമായ നേതാവാണ്. നമുക്ക് വിനീഷ പറയാതിരിക്കാൻ പറ്റില്ല, ഇന്നലെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, UDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഒരു മാധ്യമം ഒരക്ഷരം പറയുന്നതായി ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എതിരാളി ഇത്രമാത്രം അപ്രസക്തനാകുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ചർച്ചയിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യം വളരെ അപൂർവമാണ്. പക്ഷേ ഇന്നലെ നമ്മൾ അതാണ് കണ്ടത്. എം സ്വരാജിന് പുറകെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ എതിർക്കുന്നവർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഷാഫി ചാലിയം പറയുന്നു എം സ്വരാജ് എന്താണ് എന്ന്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം എന്താണ്, മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിയുടെ നേതാവിന് എം സ്വരാജിനെ കുറിച്ചുള്ള അഭിപ്രായം എത്ര കൃത്യമാണ്, എത്ര നല്ല വിലയിരുത്തലാണ് ഷാഫി ചാലിയം
നടത്തുന്നത്. അങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും സ്വരാജിൻ്റെ ഓരോ അഭിപ്രായങ്ങളും ഈ നാട്ടിൽ ഓരോ മനുഷ്യനെയും എതിർ പക്ഷത്ത് നിൽക്കുന്നവരെ പോലും അതിശക്തമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂരുകാർക്ക് ഈ നാടിന് നിയമസഭയിലേക്ക് പോകേണ്ട ഒരാളാണ് എം സ്വരാജ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് വിനീഷ. അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും. കാരണം UDFനെ സംബന്ധിച്ച് അവർക്ക് ഈ പറഞ്ഞതുപോലെ ആര്യാടൻ കുടുംബത്തിൻ്റെ ഒരു അപ്രമാദിത്വം നിലമ്പൂരിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ് എന്ന വ്യാഖ്യാനത്തിന് വലിയ പ്രസക്തിയില്ല. 7 തവണ ഇവിടെ നിന്ന് LDFൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോയിട്ടുണ്ട്. അത് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ വേരോട്ടമുള്ള വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ് ഈ നാട്, നിലമ്പൂരിൻ്റെ നാട്. ഇവിടെ അടിസ്ഥാനപരമായി സാധാരണ മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ 9 വർഷവും ഏറ്റവും കൂടുതൽ ഇവിടെ പിണറായി സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും ആക്ഷേപം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് BJP. ആ BJP ഇത്രയും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്, പിണറായി വിജയനെതിരായ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ്, ഞങ്ങൾ അതിവിടെ പറയും എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJPക്ക് ധൈര്യമില്ല എന്നുള്ള അങ്ങേയറ്റം നാണം കെട്ട രാഷ്ട്രീയ പ്രവർത്തനം BJP നിലമ്പൂരിൽ നടത്തുന്നു എന്ന കാര്യം കൂടിയുണ്ട് വിനീഷ. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ ധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യ ഭരിക്കുന്ന BJP മാറുന്നു എന്നൊരു കാഴ്ച നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അവർക്കിവിടെ മത്സരിക്കാൻ അവർ BDJSൻ്റെ കാല് പിടിച്ച് നടക്കുകയാണ്, അവർ BDJSൻ്റെ പിറകെ പോവുകയാണ്. നിങ്ങളൊന്ന് മത്സരിക്കൂ. അതിനൊരു കാരണമുണ്ടായിരിക്കാം. 2016 ഏതാണ്ട് 12,000 പരം വോട്ട് BDJS മേടിച്ചപ്പോൾ 2021 BJPക്ക് കേവലം 8,000 വോട്ട് മാത്രമേ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ വോട്ട് കുറയുന്നതല്ലല്ലോ. തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം വെക്കാനുള്ള ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയല്ലേ നിലമ്പൂർ പോലൊരു സ്ഥലം. അവിടെ മത്സരിക്കാൻ എന്തുകൊണ്ട് BJPക്ക് കഴിയുന്നില്ല? പിണറായി വിജയൻ ഇന്ന കുറ്റമുണ്ട് എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് കൈചൂണ്ടി പറയാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾ ഉയർത്തും. അതായത് BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവസരവാദ രാഷ്ട്രീയമാണ്. അവർക്ക് കൃത്യമായ ഒരു നിലപാടുമില്ല. എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ തൃശ്ശൂർ പോലെ ഒരു സ്ഥലത്ത് എങ്ങനെയെങ്കിലും കുറച്ച് വോട്ടുകൾ ആരെങ്കിലും നിർത്തി പിടിച്ച് എങ്ങനെയെങ്കിലും കടന്നുകൂടുക എന്നൊരു രാഷ്ട്രീയത്തിനപ്പുറം കൃത്യമായ ഒരു രാഷ്ട്രീയമില്ല. ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയം അവർക്കില്ല. അവർക്ക് വർഗീയ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ആ വർഗീയ രാഷ്ട്രീയം എവിടെയൊക്കെ ചെലവഴിക്കാൻ പറ്റും, എവിടെയൊക്കെ അത് വിൽപ്പന നടത്താൻ പറ്റും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും, അവിടെ മത്സരിക്കും എന്നുള്ളതല്ലാതെ ഒരു ജനാധിപത്യ വേദിയിൽ, ഒരു രാഷ്ട്രീയ ജനാധിപത്യ പോരാട്ടത്തിൽ തങ്ങൾ മുന്നിൽ നിൽക്കില്ല എന്ന് കേരളത്തിലെ ജനങ്ങളോട് BJP ഒരു ഉളുപ്പും ഇല്ലാതെ വിളിച്ചു പറയുന്നു എന്നുള്ളതാണ്. ഇത്രയും പ്രധാനപ്പെട്ട രാഷ്ട്രം ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആർജവം പുതിയ BJP പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ആൾക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് വിനീഷ. യെസ്, ഷമി പ്രഭാകരാണ്. ഏത് രീതിയിലാണ് നിലമ്പൂരിൻ്റെ ചരിത്രം, നിലമ്പൂർ ഏത് രീതിയിൽ ആർക്കൊപ്പം എല്ലാ കാലത്തും നിന്നു എന്നുള്ളതടക്കമുള്ള സമഗ്രമായ വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്.